ഇനി ഗ്രാഫീനിലേക്ക് വരികയാണ്. ഓരോ ആൾക്കാരായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഗ്രാഫീൻ എന്ത് നാനോ മെറ്റീരിയൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2D ആണ് അല്ലെ. 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ ആണ് ഗ്രാഫീൻ. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ ആണ്. ഗ്രാഫീൻ ആദ്യം ഐസൊലേറ്റ് ചെയ്തത് എക്ക് ഗെയിമും അതേപോലെ കേസ് നൊവസലോവും ആണ്. ഓക്കെ, അതേപോലെ ഗ്രാഫീൻ എന്ന് പറയുന്നത് കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ്. ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ വിത്ത് 2 ഡയമെൻഷണൽ അറ്റോമിക് സ്കെയിൽ ഹെക്സഗണൽ പാറ്റേൺ കാണിക്കുന്ന ആളാണ് ആര്, ഗ്രാഫീൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഗ്രാഫീൻ എന്ന് പറയുന്നതിൽ എന്ത് ഹൈബ്രിഡൈസേഷൻ ആണ് നോർമൽ ആയിട്ട് ഉണ്ടാവുക, sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ഉണ്ടാവുക. 2D ആണ് അതേപോലെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കാണിക്കുക. ആ കാര്യം ഓർത്തു വെക്കുക. ഗ്രാഫീന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാഫീൻ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. ഓക്കെ, ഗ്രാഫീൻ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾ ആണ്. ഇത് 200 times stronger than steel by weight due to its tightly packed carbon atoms. കാർബൺ ആറ്റംസ് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് സ്റ്റീലിനെക്കാളും ഹെവി ആയിട്ട് ബൈ വെയിറ്റ് ഹെവി ആയിട്ട് നമുക്ക് തോന്നും എന്നല്ല ആണ്. 200 times സ്ട്രോങ്ങർ ആണ് സ്റ്റീലിനെക്കാളും ഡ്യൂ ടു ഈ പാക്കിംഗ്. ഹെവി ഇൻ ദ സെൻസ് ആ ഒരു പാക്കിംഗ് കൊണ്ട് എന്താണ്, ഇത് സ്റ്റീലിനെക്കാളും സ്ട്രോങ്ങർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് conducts heat and electricity with a great efficiency due to the presence of p electrons. p electronsന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. p ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഹീറ്റിന്റെയും ഇലക്ട്രിസിറ്റിയും ഈസി ആയിട്ട് അതിന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഗ്രേറ്റ് എഫിഷ്യൻസിയിൽ അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് സെമി കണ്ടക്ടേഴ്സിലും അതേപോലെ ബാറ്ററീസ്, ഇലക്ട്രോണിക്സ്, കോമ്പോസിറ്റ്സ് ഇൻഡസ്ട്രീസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുപയോഗിക്കുന്നുണ്ട്, ഗ്രാഫീനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാഫീന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. കണ്ടാമിനേഷൻ ടെസ്റ്റിംഗ്, എനർജി റിട്ടൻഷൻ, സെൻസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം, പ്രൊട്ടക്റ്റീവ് സർഫസ് കോട്ടിങ്സ് ആയിട്ട് ഉപയോഗിക്കാം, ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, മെംബ്രെയിൻസ് ഉണ്ട്, സ്പേസ് ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രികളിലും ഗ്രാഫീന് കൃത്യമായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ആളിലേക്ക് വരാം, ഫുള്ളറീൻ. ഫുള്ളറീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുള്ളറീൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ടൈപ്പാ, 0 ഡയമെൻഷണൽ ആണ് അല്ലെ. 0 ഡയമെൻഷണൽ അല്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ, നോക്കി 0 ഡയമെൻഷണൽ ആണ് ഫുള്ളറീൻ. റെഡി. അപ്പൊ ഈ 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ ആയിട്ടുള്ള ഫുള്ളറീൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഫുള്ളറീൻ ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ഹാരോൾഡ് ക്രോട്ടോയും റിച്ചാർഡ് സ്മോളിയും അതേപോലെ റോബർട്ട് കേളുമാണ്. ബൈ യൂസിങ് എ ലേസർ ടു വേപ്പറൈസ് ഗ്രാഫൈറ്റ് റോഡ്സ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഹീലിയം ഗ്യാസ്. ഗ്രാഫൈറ്റ് റോഡിനെ ഹീലിയം ഗ്യാസിന്റെ അറ്റ്മോസ്ഫിയറിൽ ലേസർ വെച്ച് വേപ്പറൈസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കണ്ടുപിടിക്കപ്പെട്ടതാണ് ആദ്യത്തെ ഫുള്ളറീൻ. ഓക്കെ, ഫുള്ളറീനും കാർബണിന്റെ അലോട്രോപ്പ് ആണ്. ഓക്കെ, the fullerenes are allotropes of carbon and also graphene sheets rolled into tubes or fields. ഓക്കെ, ഗ്രാഫീൻ ഷീറ്റ് ഉണ്ട് അല്ലെ. ഗ്രാഫീൻ ഷീറ്റ് എന്ന് പറയുന്നത് 2D ആണ്. അതിനിങ്ങനെ റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഫുള്ളറീൻ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫുള്ളറീൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ C60 എന്ന് പറയുന്നത് 60 കാർബൺ ആറ്റം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫുള്ളറീൻ ആണ് C60. അത് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഹോളോസ്ഫിയറിന്റെ അതായത് ഒരു ഹോളോസ്ഫിയറിന്റെ ഫോമിലാണ് ഇത് ജോയിൻ ചെയ്ത് കിടക്കുന്നത്. അവിടെ 20 ഹെക്സഗണൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, 20 ഹെക്സഗണൽ അതുപോലെ 12 പെന്റഗണൽ ഫേസസ് ഉണ്ടാവും. 20 ഹെക്സഗണൽ ഫേസും 12 പെന്റഗണൽ ഫേസും വെച്ചാലാണ് 60 കാർബൺ ആറ്റുള്ള ഒരു ഗ്രാഫീൻ ഷീറ്റിനെ നമുക്കൊരു ഹോളോസ്ഫിയറിന്റെ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നത്. അപ്പോ 20 ഹെക്സഗണൽ, 20 ഹെക്സ, ഓക്കെ, 12 പെന്റ, 12 പെന്റ. ഓക്കെ, 12 പെന്റഗണൽ ഫേസും 20 ഹെക്സഗണൽ ഫേസുമാണ് ഇവിടെയുള്ളത്. ഓക്കെ, ഇതിനെ നമ്മൾ ബക്കി ബോൾ അല്ലെങ്കിൽ ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്നും വിളിക്കാറുണ്ട്. ബക്കി ബോൾ അല്ലെങ്കിൽ ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്ന് വിളിക്കാറുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളറീൻസ് അതായത് C60 ഒക്കെ അതിന്റെ ഡെറിവേറ്റീവ്സിനും ആന്റിവൈറൽ ആക്ടിവിറ്റി കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആന്റിവൈറൽ ആക്ടിവിറ്റി, അതുകൊണ്ട് തന്നെ ചില കേസിലൊക്കെ ഇത് HIV ട്രീറ്റ്മെന്റിന് കൂടെ ഉപയോഗിക്കാറുണ്ട്. ഏത് C60. ഓക്കെ, ദേ ഹാവ് പൊട്ടൻഷ്യൽ മെഡിസിനൽ ആപ്ലിക്കേഷൻസ് ആസ് ദേ ക്യാൻ ബൈൻഡ്
specific antibiotics and target certain types of cancer cells such as melanoma. മെലനോമ ക്യാൻസർ സെൽ ലൈൻസിനെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് C60ക്ക് പറ്റും. അതേപോലെ പൊട്ടൻഷ്യൽ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബയോളജിക്കൽ ആന്റി ഓക്സിഡൻസുമായിട്ട് ഇവരെ നമുക്ക് യൂസ് ചെയ്യാം. ഫോട്ടോ സെൻസിറ്റൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അത് ഫോട്ടോ ഡൈനാമിക് തെറാപ്പി എന്ന് പറയും. ഫോട്ടോ ഡൈനാമിക് തെറാപ്പി PDT-യിൽ നമുക്ക് ഫോട്ടോ സെൻസിറ്റൈസർ ആയിട്ട് ഈ C60യെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഫുള്ളറൈൻസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് സൾഫൈഡ്സ് ഓഫ് ടങ്സ്റ്റൺ ആൻഡ് മോളിബ്ഡിനം എക്സിബിറ്റ് എക്സലന്റ് സോളിഡ് ലുബ്രിക്കന്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, വലിയ വലിയ മെഷീനറീസിലൊക്കെ സോളിഡ് ലുബ്രിക്കന്റ് ആയിട്ട് കൂടെ നമുക്ക് C60നെ ഫുള്ളറൈനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഇനി വരുന്നതാണ് നാനോ ട്യൂബ്സ്. നാനോ ട്യൂബ്സിന്റെ കേസിൽ കാർബൺ നാനോ ട്യൂബ് രണ്ട് ടൈപ്പിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയും. ദ കാർബൺ നാനോ ട്യൂബ്സ് അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ഫോം ഓഫ് ഫുള്ളറൈൻസ്. ഈ ഫുള്ളറി എന്ന് പറയുന്ന ഒരു ഹോളോസ്ഫിയറാ. ഇതിങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു നാനോ ട്യൂബ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ആദ്യം കണ്ടുപിടിച്ചത് 1991 ബൈ ഇജിമ സുനിയോ ഓഫ് ജപ്പാൻ. ഓക്കെ, ജാപ്പനീസ് സയന്റിസ്റ്റുമാർ കുറെ ആള് നാനോ പാർട്ടിക്കിൾസ് ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരാണ് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത്. അപ്പോ ഈ കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ഒരു പേരിലുണ്ട്. ട്യൂബ് ഷേപ്ഡ് മെറ്റീരിയൽ ആണ്, കാർബണിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ഡയമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് 1 നാനോമീറ്റർ ടു 50 നാനോമീറ്ററിന് ഇടയിൽ കിടക്കും. ഓക്കെ, 1 നാനോമീറ്ററിന് 50 നാനോമീറ്ററിന് ഇടയിലാണ് അതിന്റെ ഡയമീറ്റർ റേഞ്ച് കിടക്കുന്നത്. ഓക്കെ, കാർബൺ നാനോ ട്യൂബ് CNT എന്ന് പറയും. CNTs ആർ സിലിണ്ടേഴ്സ് ഓഫ് 1 or more layers of graphene. ഓക്കെ, അതായത് ഗ്രാഫീൻ ഉണ്ട്. ആ ഗ്രാഫീന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫീൻ ഉണ്ട്, അതിന് ഇങ്ങനെ വെച്ചു, മുകളിൽ വേറൊരു ഷീറ്റിനടുത്ത് ഇങ്ങനെ വെച്ചു. എന്തായി? ഒരു ഹോളോ സ്ഫിയർ അല്ല, ഒരു ഹോളോ ട്യൂബായി അല്ലെ. അതേപോലെ അല്ലെങ്കിൽ ഒരു ഗ്രാഫീൻ ഷീറ്റ് എടുത്ത് ഇങ്ങനെ പായ പോലെ മടക്കി വെച്ചു. അപ്പൊ എന്തായി? ഒരു ഹോളോ വന്നു അല്ലെ. ഇപ്പൊ ഇതെന്തായി? ഇതൊരു ഹോളോ ട്യൂബ് ആവുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? അങ്ങനെയുള്ള ട്യൂബിനെയാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്, ആ ഹോളോ ട്യൂബ്. ഓക്കെ, അപ്പൊ ഈ കാർബൺ നാനോ ട്യൂബ്സിനെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അതിന് നല്ലൊരു സ്റ്റിഫ്നെസ്സും സ്ട്രെങ്ത്തും ഉള്ളതുകൊണ്ട് അതിന് നമ്മൾ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടിയും അതിന് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഓർത്തു വെക്കുക. തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആർ ഓൾസോ വെരി ഹൈ ആസ് കമ്പയറബിൾ ടു അതർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്. അപ്പൊ ഇതെങ്ങനെയാവുന്ന? ഗ്രാഫീൻ ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലെയറാക്കി മടക്കി വെച്ചാലോ, അല്ലെങ്കിൽ നമ്മൾ ഹോളോസ്ഫിയറിനെ ഒന്ന് എലൈങ്ങേറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഈ ഗ്രാഫീൻ ഷീറ്റ്സ്, 2 ഗ്രാഫീൻ ഷീറ്റ്സിനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലോ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹോളോ ട്യൂബ് കിട്ടൂലേ. അതിനെയാണ് നമ്മൾ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. ഇവിടെ 2 തരത്തിലുണ്ട്, സിംഗിൾ വാൾ നാനോ ട്യൂബും മൾട്ടി വാൾ നാനോ ട്യൂബും. എന്തൊക്കെയാണ് അത് നോക്കാം. സിംഗിൾ വാൾ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ദിസ് മേ ബി സിക്സാഗ്, ആം ചെയർ ആൻഡ് കൈറാൾ ഡിപ്പെൻഡിങ് ഓൺ ദ മാനർ ഇൻ വിച്ച് ദ ഗ്രാഫീൻ ഷീറ്റ്സ് ആർ റോൾഡ്. ഗ്രാഫീൻ ഷീറ്റ് റോൾ ചെയ്തിട്ടാണ് നാനോ ട്യൂബ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫീൻ ഷീറ്റ് റോൾ ചെയ്യുന്നതിനനുസരിച്ച് അത് സിക്സാഗ് ആവാം, അല്ലെങ്കിൽ അതൊരു കൈറാൾ സെന്റർ ആവാം, അല്ലെങ്കിൽ അതൊരു കൈറാൾ ഡിപ്പെൻഡിങ് ആവാം, അല്ലെങ്കിൽ അതൊരു ആം ചെയർ മോഡൽ ആവാം. ഓക്കെ, മൾട്ടി വാൾ നാനോ ട്യൂബിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സിംഗിൾ വാൾ നാനോ ട്യൂബുകൾ അടുക്കി വെച്ചാലാണ്, ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ഉള്ള സിംഗിൾ വാൾഡ് നാനോ ട്യൂബുകൾ അടുക്കി വെച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മൾട്ടി വാൾഡ് നാനോ ട്യൂബ് കിട്ടുന്നത്. ഓക്കെ, മൾട്ടി വാൾഡ് നാനോ ട്യൂബ് കിട്ടുന്നത്. ഇതൊരു മൾട്ടി വാൾഡ് നാനോ ട്യൂബ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാനോ ട്യൂബ്സ് ക്യാൻ പൊട്ടൻഷ്യലി റീപ്ലേസ് ഇൻഡിയം ടിൻ ഓക്സൈഡ് ഇൻ സോളാർ സെൽസ് ടു ജനറേറ്റ് ഫോട്ടോ കറന്റ്. നല്ല കണ്ടക്ടർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് തെർമൽ കണ്ടക്ടർ കൂടെയാണ്. അതുപോലെ എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും മറ്റ് മെറ്റീരിയലുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്തിനു ഉപയോഗിക്കാം? നമുക്ക് ഇൻഡിയം ടിൻ ഓക്സൈഡിനെ സോളാർ സെല്ലിൽ നിന്നും റിപ്ലേസ് ചെയ്തിട്ട് ഈ നാനോ ട്യൂബിനെ അവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സ് ആർ യൂസ്ഡ് ഇൻ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് സോളാർ പാനൽസ്. അതേപോലെ മൾട്ടി വാൾഡ് നാനോ ട്യൂബ്സ് MWNT, അതിനെ നമുക്ക് ലിഥിയം അയോൺ ബാറ്ററീസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് സൈക്കിൾ എൻഹാൻസ് ചെയ്യും. ഓക്കെ, അതിന്റെ ലൈഫ് സൈക്കിൾ എൻഹാൻസ് ചെയ്യപ്പെടും. പാരലൽ CNTs ഹാവ് ബീൻ യൂസ്ഡ് ടു ക്രിയേറ്റ് ലൗഡ് സ്പീക്കേഴ്സ്. അതേപോലെ കാർബൺ നാനോ ട്യൂബ്സിന് മൾട്ടി ഫങ്ഷണൽ കോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് കൂടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതിന് നാനോ വയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ നാനോ ട്യൂബുകളെ
ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ എനർജി സ്റ്റോറേജ്, ഓട്ടോമോട്ടീവ് പാർട്സ്, ബോട്ട് ഹൾസ്, വാട്ടർ ഫിൽട്ടേഴ്സ്, തിൻ ഫിലിം ഇലക്ട്രോണിക്സ് കോട്ടിങ്സ് തുടങ്ങിയ ഒരുപാട് അപ്ലിക്കേഷൻസ് ആണ് ഈ കാർബൺ നാനോ ട്യൂബിനുള്ളത്. ഇതിൽ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 4-5 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി വരുന്നതാണ് നാനോ വയേഴ്സ്. നാനോ വയേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഈ നാനോ വയേഴ്സ് എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് വിച്ച് ഹാവ് diameters of the order of nanometer and an unconstrained length, that is nano wire are much longer than their diameters. നാനോ വയേഴ്സ് എന്ന് പറയുന്നത് ലോങ്ങർ ഡയമീറ്റർ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു നാനോ മെറ്റീരിയൽ ആണ്. ഓക്കെ, ദീസ് ആർ കോൾഡ് ക്വാണ്ടം വയേഴ്സ്. ക്വാണ്ടം ഡോട്ട് അല്ല, ക്വാണ്ടം വയേഴ്സ്, ബിക്കോസ് അറ്റ് ദിസ് സ്കെയിൽ ദേ ഹാവ് ഡിഫറെന്റ് ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ്. അതായത് വളരെ ലോങ്ങർ ആയിട്ടുള്ള ഈ ഒരു നാനോ വയേഴ്സിന് പലതരത്തിലുള്ള ക്വാണ്ടം എഫക്റ്റുകൾ കാണിക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ അവരെ ക്വാണ്ടം വയേഴ്സ് എന്നുകൂടെ നമ്മൾ പറയുന്നു. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നാനോ വയേഴ്സ് അവൈലബിൾ ആണ്. കാർബൺ നാനോ വയേഴ്സ്, മോളിക്കുലാർ നാനോ വയേഴ്സ്, മെറ്റാലിക് നാനോ വയേഴ്സ്. അങ്ങനെ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ നാനോ വയർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അവരുടെ പ്രോപ്പർട്ടീസിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിജിറ്റൽ കമ്പ്യൂട്ടിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഡിജിറ്റൽ കമ്പ്യൂട്ടിങ്ങിന്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ദീസ് ആർ യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ആക്റ്റീവ് ഇലക്ട്രോണിക് കോമ്പണൻസ് ലൈക്ക് PN ജംഗ്ഷൻ. അതേപോലെ ലോജിക് ഗേറ്റ്സും PN ജംഗ്ഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഹൈ ഡെൻസിറ്റി ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമുക്ക് ഇവരെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ സിൽവർ ക്ലോറൈഡ് നാനോ വയേഴ്സ് അവരുപയോഗിച്ച് നമുക്ക് ഫോട്ടോ കാറ്റലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അവരൊരു ഫോട്ടോ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിൽവർ ക്ലോറൈഡ് നാനോ വയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഓർഗാനിക് പൊല്യൂട്ടഡ് വാട്ടറിലുള്ള ഓർഗാനിക് മോളിക്യൂൾസിനെ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നാനോ കോൺസിനെ പറ്റിയിട്ടാണ്. കാർബൺ നാനോ കോൺസ് പൊതുവെ ഉണ്ടാക്കുന്നത് കാർബണിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഈ കാർബൺ നാനോ കോൺസ് പൊതുവെ ഈ നാനോ കോൺസിന് ഒരു കോണിക്കൽ സ്ട്രക്ചർ ആണ്, ആ പേരിൽ തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇതുണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഡയമെൻഷനിലുള്ള ഓർഡർ എന്ന് പറയുന്നത് 1 മൈക്രോമീറ്ററിലോ അതിൽ കുറവോ ആയിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 dimension ഓഫ് ദി ഓർഡർ 1 മൈക്രോമീറ്റർ ഓർ സ്മോളർ എന്നാണ് പറയുന്നത്. അതേപോലെ ഇവരുണ്ടാക്കുന്നത് റാപ്പിഡ് ഗ്രാഫീൻ ഷീറ്റ്സിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള നാനോ വയറും ഈ നാനോ കോണും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ നാനോ കോൺസിന്റെ കേസിൽ ഇവരുടെ ഹൈറ്റും അതേപോലെ ബേസ് ഡയമീറ്ററും സെയിം മാഗ്നിറ്റ്യൂഡിലാണ് ഉണ്ടാവുക. അവരുടെ ഓർഡർ എന്ന് പറയുന്നത് സെയിം മാഗ്നിറ്റ്യൂഡാണ് അവരുടെ ഓർഡർ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വെച്ച് നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് ഈ കോണിന്റെ അപ്പെക്സ് ഓപ്പണിംഗ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രിഫേർഡ് വാല്യൂസിലായിരിക്കും ഉണ്ടാവുക. അത് അപ്രോക്സിമേറ്റ്ലി 20 ഡിഗ്രി, 40 ഡിഗ്രി, 60 ഡിഗ്രി ആണ് ഒബ്സർവ് ചെയ്യുന്നത്. നാനോ കോൺസിന്റെ കേസിൽ ഇത്രയാണ് പറയാനുള്ളത്. അതേപോലെ ഇതിന്റെ അപ്ലിക്കേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇവർ നാനോ ലിത്തോഗ്രഫിയിലാണ് ഇവരുടെ അപ്ലിക്കേഷൻസ് കൂടുതലായിട്ടും വരുന്നത്. അതേപോലെ കെമിക്കൽ സെൻസേഴ്സ്, ബയോ സെൻസേഴ്സ്, സ്പെക്ട്രോസ്കോപ്പിലൊക്കെ ഇവരുടെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ആസ് ഇലക്ട്രോഡ് മെറ്റീരിയൽ ഇൻ ലിഥിയം അയോൺ ബാറ്ററീസ്. ലിഥിയം അയോൺ ബാറ്ററീസിലും നമുക്ക് ഇലക്ട്രോഡ് മെറ്റീരിയൽ ആയിട്ട് നാനോ കോണിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ക്വാണ്ടം ഡോട്ട്സിനെ പറ്റി നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ക്വാണ്ടം ഡോട്ട്സ് ആദ്യമായി കണ്ടുപിടിച്ചത് എക്കിമോവ് കണ്ടുപിടിച്ചത് ഗ്ലാസ് മെട്രിക്സിൽ നിന്നാണ്. അതേപോലെ എൽ ബ്രസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊളോയിഡൽ സൊല്യൂഷൻസ് നിന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊരു സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾ ആണ്. ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ് ആണ്. ബിറ്റ്വീൻ 10 to 100 ആറ്റംസ് ഇൻ ഡയമീറ്റർ. ബിറ്റ്വീൻ 10 to 100 ആറ്റംസ് ഇൻ ഡയമീറ്റർ ഉള്ള ഒരു സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസിന്റെ ഫോർമേഷൻ ആണ് ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടീസ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ്. ഷേപ്പും സൈസും കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടം ഡോട്ടിന്റെ ഫീച്ചേഴ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ദീസ് ആർ നോട്ട് ഓൾ യൂണിഫോം. എല്ലാ ക്വാണ്ടം ഡോട്ടും ഒരേപോലെ ആയിരിക്കണം എന്നില്ല ബിഹേവ് ചെയ്യുന്നത്. Okay, in spite of having variety of applications, quantum dots are source of toxic compounds containing in their core. ക്വാണ്ടം ഡോട്ട് ഒരേ സമയം ടോക്സിക് ആണ്. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും അത് ടോക്സിക് ആയിരിക്കും. ടോക്സിസിറ്റി മേ ബി ഡ്യൂ ടു ലീച്ചിങ് ഓഫ് ടോക്സിക് ഹെവി മെറ്റൽസ് ഫ്രം ദി കൊളോയിഡ് ഫോം. അതായത് കൊളോയിഡ് ഫോമിൽ നിന്നും ലീച്ചിങ് വഴി
പുറത്തേക്ക് വരുന്ന ടോക്സിക് മെറ്റീരിയൽ കാരണമാവണം ഇവർ ടോക്സിക് ആവുന്നത് എന്നാണ് പറയുന്നത്. ടോക്സിസിറ്റി മേ ഓൾസോ ബി ഒറിജിനേറ്റഡ് ഫ്രം intrinsic properties of the size and surface chemistry of quantum dots. ഇതിന്റെ സൈസിനെയോ അല്ലെങ്കിൽ അതിന്റെ സർഫസ് കെമിസ്ട്രിനെയോ ഈ ടോക്സിക് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയും ഒറിജിനേറ്റ് ചെയ്യപ്പെടാം എന്നുകൂടെ പറയുന്നുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ ഇവര് ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സോളാർ സെൽസ്, ഡയോഡ് ലേസേഴ്സ്, LEDs ഒക്കെ നമുക്ക് ഇവരെ ഉപയോഗിക്കുന്നുണ്ട്, ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ദീസ് മേ ഇൻക്രീസ് ദി എഫിഷ്യൻസി ഓഫ് സിലിക്കൺ ഫോട്ടോ വോൾട്ടൈക് സെൽസ്. സിലിക്കൺ ഫോട്ടോ വോൾട്ടൈക് സെൽസിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്വാണ്ടം ഡോട്ടിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സിഗ്നിഫിക്കന്റ് ഫോർ ഒപ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് ആംപ്ലിഫയേഴ്സ്, ബയോളജിക്കൽ സെൻസേഴ്സ് എക്സെട്ര. അതേപോലെ ഇവരെ ഫോട്ടോ കാറ്റലിസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു. ഒരുപാട് പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഉള്ള, ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പിയിലും മറ്റുള്ള കാര്യത്തിലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരാളാണ് ക്വാണ്ടം ഡോട്ട്. അതിന്റെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഒരു ചാർട്ടായിട്ടും കൊടുത്തിട്ടുണ്ട്. ബയോസെൻസിങ്, അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ ഓഫ് അയോൺസ്, ബയോളജിക്കൽ ഇമേജിംഗ്, ഇങ്ങനെയുള്ള 3 ഡിഫറെന്റ് ഫീൽഡിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണിക്കുന്ന ഒരാളാണ് ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നാനോ ക്ലസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. നാനോ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 1 to 10 നാനോമീറ്റർ സൈസിലുള്ള ഒരുപാട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ജോയിൻ ചെയ്താലാണ് നമുക്ക് ഒരു നമ്പർ ഓഫ് നാനോ പാർട്ടിക്കിൾസിനെ ജോയിൻ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? നാനോ ക്ലസ്റ്റർ നമുക്ക് കിട്ടുക. ദേ ആർ ഫൈൻ അഗ്രിഗേറ്റ്സ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. ഫൈൻ അഗ്രിഗേറ്റ്സ് ആണ്, ആറ്റത്തിന്റെയോ മോളിക്യൂൾസിന്റെയോ ഫൈൻ അഗ്രിഗേറ്റ്സ് ആണ്. 1 to 10 നാനോമീറ്റർ ആണ് അതിലെ ഓരോ ആൾക്കാരുടെയും സൈസ് ഡിസ്ട്രിബ്യൂഷൻ വരിക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ആളെയാണ് നാനോ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നാനോ ക്ലസ്റ്റേഴ്സ് കണ്ടെയ്ൻ couple of 100 atoms, but the larger aggregates may have more than 1000 atoms. 1000 ആറ്റംസിൽ കൂടുതൽ ഉണ്ടാവാം ലാർജർ അഗ്രിഗേറ്റ്സിന്റെ കേസിൽ. അപ്പോൾ അങ്ങനെയുള്ള ഫോർമേഷനാണ് നാനോ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ നാനോ ക്ലസ്റ്റേഴ്സിന്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ഹയർ സ്റ്റെബിലിറ്റി കാണിക്കുന്ന, ഹയർ സ്റ്റെബിലിറ്റി ക്രിട്ടിക്കൽ സൈസിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടോ ഒരു ക്രിട്ടിക്കൽ സൈസും അതേപോലെ ഹയർ സ്റ്റെബിലിറ്റിയും കാണിക്കുന്നത് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉൾക്കൊണ്ടുകൊണ്ടാണോ ആ നമ്പർ ഓഫ് ആറ്റംസിനെ നമ്മൾ എന്ത് പറയുന്നു? മാജിക് നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ക്ലസ്റ്റേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ സൈസ് ആൻഡ് ഹയർ സ്റ്റെബിലിറ്റി ഈസ് കോൾഡ് മാജിക് നമ്പർ. അതൊരു സ്പെസിഫിക് നമ്പർ ആയിരിക്കും. അത്രയും നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിട്ടിക്കൽ സൈസും ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഹയർ സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാജിക് നമ്പർ എന്നാണ് വിളിക്കുന്നത്. നാനോ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബൾക്ക് മെറ്റീരിയൽസും അതേപോലെ മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള ബ്രിഡ്ജിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ബ്രിഡ്ജ് ബിറ്റ്വീൻ ബൾക്ക് മെറ്റീരിയൽസ് ആൻഡ് അറ്റോമിക് ഓർ മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുന്നത് നാനോ ക്ലസ്റ്റേഴ്സ്. അതിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇവർ ബയോടെക്നോളജിയിലും ഫാർമക്കോളജിയിലും ഇവിടെ ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് നാനോ ക്ലസ്റ്റേഴ്സിന് വരുന്നത്. ഓക്കെ, അതേപോലെ മൈക്രോ ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇലക്ട്രോലുമിനസെന്റ് ഡിസ്പ്ലേസ്, കാറ്റലിസിസ് തുടങ്ങിയ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഈ നാനോ ക്ലസ്റ്റേഴ്സിന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നാനോ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്ത് നോക്കാനുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ്.